നല്ല മൂവിയായിരുന്നു. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ നല്ല ക്യൂരിയസ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ബേസിലിൻ്റെയും മിസ്ട്രിയുടെ ആ ഒരു കോംബോ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ത്രില്ലറാണ്. പിന്നെ ബേസിൽ ജോസഫ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു കോമഡി ടച്ച് ഉണ്ട്. ഓക്കെയാണ്, നല്ല പടമാണ്. പെർഫോമൻസ് വൈസിട്ട് സിനിമയുടെ കൂടെ ഒക്കെ പോയതുള്ളൂ, നമ്മൾ ഇതൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല. നല്ല പടം, നല്ല മർഡർ മിസ്റ്റർ ത്രില്ലർ. സൈക്കോ ഞാൻ പറയില്ല, അതൊക്കെ പറഞ്ഞ സ്പോയിലറാണ്, ഇതൊന്നും പറയാൻ പറ്റൂല. ഗംഭീര പടം, തിയേറ്ററിൽ കാണാൻ. നല്ല പടമായിരുന്നു കേട്ടോ, സൂപ്പർ പടമായിരുന്നു. മസ്റ്റ് വാച്ച് ത്രില്ലറാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ലതായിരുന്നു. വിഷ്വൽസ് എല്ലാം സൂപ്പറായിരുന്നു. സ്ക്രീൻ പ്ലേ അടിപൊളി, ബെറ്ററാണ്. ആൽഫ്രഡ് ഹിച്ച്കോക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽഫ്രഡ് ഹിച്ച്കോക്കിനൊരു ഹോമേജ് കൊടുക്കുന്നതെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് പുള്ളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൾസോ മലയാളികൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പ്രസൻറ്റും ചെയ്തിരിക്കുന്നത്. സോ കോമഡിയാണോ ത്രില്ലറാണോ? കോമഡിയും ത്രില്ലറും രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുന്നതാണ്. ഒരു സെക്കൻഡ് ഹാഫിനൊക്കെ ശേഷത്തേക്ക് നമ്മൾ ഒരു ലാസ്റ്റ് മിനിറ്റ് ഫുള്ള് മിസ്റ്ററി അങ്ങ് ചുഴലയച്ച് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരും. ഒരു ഹോളിവുഡ് ലെവൽ ഒരു ഐറ്റത്തിലേക്ക് കൊണ്ടുവരും. എന്നാലും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമഡി, സിറ്റുവേഷണൽ കോമഡീസ് ഉണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടൈപ്പ് ജോണറാണ് ബേസിലിൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ ആയിരുന്നു. അവർ ഇന്റർവ്യൂല് പറഞ്ഞ എങ്ങനെയാണ് അങ്ങനെ തന്നെ ഉണ്ട്. പടം കൊള്ളാൻ ബ്രോ, നല്ലൊരു സിനിമയാണ്. ഒരു സ്ലോ ബേൺ ത്രില്ലറാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ നല്ലൊരു സിനിമയാണ്, ഒരു സ്ലോ ബേൺ ത്രില്ലർ ജോണറിലുള്ള പടമാണ്. പടം തിയേറ്റർ വാച്ച് ചെയ്യേണ്ട പടം, ഈ വർഷത്തെ നല്ലൊരു ത്രില്ലിംഗ് പടം. നല്ല സിനിമയാണ്, എന്റർടൈനിങ് ആണ്, കൊള്ളാം. സൂപ്പർ ഫിലിം, മസ്റ്റ് വാച്ച്. കാരണം നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ഫസ്റ്റ് ഹാഫ് നമുക്ക് വളരെ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നത്. ബട്ട് ത്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ത്രില്ല്. കാരണം നയൻതാരയൊക്കെ ഒറ്റയ്ക്ക് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ മലയാള ഫിലിം അല്ലെങ്കിൽ എല്ലാ ഫിലിമിലും പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോഴെങ്കിൽ നസ്രിയ ഇസ് അൺബിലീവബിൾ ആക്ച്വലി. വെരി നൈസ്. ഇല്ലില്ല, കോമഡി നമുക്ക് കോമഡി ഇടയ്ക്ക് ഫീൽ വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു കോമഡിയല്ല, മസ്റ്റ് വാച്ച്. ഇത് ഫാമിലിയാണ്. കാരണം ഏതൊരു കുടുംബത്തിലും ഇത്തരത്തിലുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് സർവൈവ് ചെയ്യുന്നത് കിടിലമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ നമ്മളെ കുടുംബത്തിലും ഇതേപോലെ നിരീക്ഷിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു മെസ്സേജാണ് നസ്രിയയിലൂടെ നമുക്ക് കിട്ടുന്നത്. നസ്രിയ എത്ര അഭിനന്ദിച്ചാലും അറിയില്ല, അത്രത്തോളം വൺമാൻ ഷോയിനായിട്ട് നടത്തിയിട്ടുണ്ട്. ബേസിൽ ഓക്കെ, ബേസിലിനെ നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് വരുന്ന സെക്കൻഡ് ഹാഫിലെ ട്വിസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഓൾമോസ്റ്റ് ക്ലൈമാക്സ് നമ്മളെ വല്ലാതെ അസാധ്യമായിട്ട് പിടിച്ചിരുത്തും. അത് കൊള്ളാം, നല്ല പടം. അല്ലല്ല, ത്രില്ലറാണ്, നല്ലതാ. നല്ല ത്രില്ലറാ. കണ്ടോ? തകർത്ത്. നല്ലതായിരുന്നു, നല്ല സിനിമയായിരുന്നു, നല്ല ത്രില്ലറായിരുന്നു. നല്ല പടമാണ്. സെക്കൻഡ് പാർട്ടാണ് നല്ല ഉഗ്രൻ. ക്ലൈമാക്സ് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതിൽ കോമഡി ഇടയ്ക്കിടയ്ക്ക് വർക്കാവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ കോമഡി. പിന്നെ കൂടുതലും ഇതാണ് ത്രില്ലറാണ്, സീറ്റ് ടച്ച് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ആക്ടിങ് എല്ലാം സൂപ്പറായിട്ടുണ്ട്, എൻഗേജിങ് ആയിട്ടുണ്ട്. ഹ്യൂമറും ഫസ്റ്റ് ഹാഫിലെ ഹ്യൂമറും സെക്കൻഡ് ഹാഫും അതുപോലെ കൊണ്ടുവരുന്നുണ്ട്. ത്രൂ ഔട്ട് ഒരു എൻഗേജ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പടം ഓഡിയൻസിന്.